അച്ഛാ, ഇന്ന് കോളേജിൽ എക്സാം ഫീസ് കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത്? അത് ഈ പഠിത്തത്തിന്റെ തിരക്കിനിടയിൽ മറന്നുപോയി. പഠിത്തത്തിന്റെ കാര്യമൊക്കെ റിസൾട്ട് വരുമ്പോൾ കണ്ടാൽ മതി. ആ പേഴ്സിൽ നിന്ന് എടുത്തോ. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ട് വേണ്ടാന്ന്. ഇവനുമായിട്ടുള്ള കൂട്ടുകെട്ട് കൊണ്ടാണ് നീയും ഉഴപ്പുന്നത്. എന്താ അനീഷേ, ഇപ്രാവശ്യമെങ്കിലും എക്സാം പാസ്സാകുമോ? ഇങ്ങനെ ഉഴപ്പിയാണെന്നാ മതിയോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം വേണ്ടേ? ഈ പ്രായത്തിൽ ഹാർഡ് വർക്ക് ചെയ്താലേ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റൂ. ഞാൻ എൻ്റെ മോനോട് ഇത് തന്നെ പറയാറ്. പറഞ്ഞിട്ടെന്താ ഫലം? പറഞ്ഞിട്ട് വല്ലതും തലയിൽ കയറണ്ടേ? അതെങ്ങനാ? പറ്റിയ കൂട്ടല്ലേ കിട്ടിയിരിക്കുന്നത്. ഇവൻ നല്ല കഴിവുള്ള പയ്യനാ. ഇങ്ങനെ കൂട്ടുകൂടി നടന്ന് അവൻ്റെ നല്ല ഭാവി കൂടി ഇല്ലാതാക്കരുത്. ഇനി മേലാൽ നിന്റെ അച്ഛൻ വീട്ടിലുള്ളപ്പോൾ ഞാൻ നിന്റെ വീട്ടിൽ വരില്ല. അങ്ങനെ ഉദ്ദേശം കണ്ടത് ഞാൻ അതിനെ കൊണ്ട് ചീത്തക്കണം. എനിക്ക് മനസ്സിലാകാത്തതല്ല, നീ പഠിക്കാത്തതിന് അങ്ങനെ എന്തിനാ എൻ്റെ മേത്ത് കുതിരേറുന്നത്? നിർത്തി, നിന്റെ വീട്ടിൽ വന്നുള്ള വിളി ഞാൻ നിർത്തി. ഇന്നാളെ രാവിലെ പള്ളിയുടെ ഫ്രണ്ടിൽ വന്നാൽ മതി. നീ എന്താണൊന്നും മിണ്ടാത്തത്? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്കിത് കോളേജിൽ പോകണോ? പിന്നെ പോവാതെ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സിനിമക്ക് അതാനിച്ചങ്ങ് പോയാൽ മതി. ക്ലാസ് കെട്ടി സിനിമക്ക് പോയിട്ടാണ് നിന്റെ അച്ഛനെ വായിക്കണം ഞാൻ കേൾക്കാൻ. അങ്ങേരെങ്ങനെ എന്തെല്ലാം പറയുന്നു. എന്നും കോളേജിലേക്ക് തന്നെയല്ലേ പോകുന്നത്. ഇന്നൊരു സിനിമയ്ക്ക് പോവാം. അതിന് റിലീസായ എല്ലാ പടങ്ങളും നമ്മൾ കണ്ടല്ലേ, ഇനി ഏത് പടത്തിന് പോകാനാ? നീ ഇന്ന് വരെ ഒരു ഏപ്പടം തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഇന്നൊരു ഏപ്പടം തിയേറ്ററിൽ പോയി കണ്ടാലോ? നില്ല്, നീ ഇതോടെ പോവാ? നിർത്തി. നിന്റെ കൂടെ ഉള്ള ഇങ്ങനത്തെ ഉടായ്പ സ്കീം ഞാൻ നിർത്തി. കഴിഞ്ഞ ആഴ്ച ബാറി വെച്ച് നോക്കിയപ്പോൾ നീ പറഞ്ഞ ഞാൻ നിർമ്മിച്ച ചേട്ടിയാണെന്ന്. അതിനുമ്പത്തെ ആഴ്ച മഞ്ജു വാര്യസിന് കത്ത് കൊടുത്തത് വീട്ടിൽ പോക്കിയപ്പോൾ എനിക്ക് വേണ്ടി എഴുതാന്ന് പറഞ്ഞ് നീ തലയൂരി. ഇതും പൊക്കെ അതും എൻ്റെ തലയിലാവുന്നറിയാം. അതുകൊണ്ട് ഞാൻ ഇല്ല മച്ചു, നീ ഒറ്റക്ക് പോയാ മതി. എടാ, ഇതാര് പൊക്കാനാ? തിയേറ്ററിന്റെ അടുത്ത് നമ്മളെ അറിയാവുന്ന ആരും കാണില്ല. ഒന്നാമത്തെ തിയേറ്റർ വളരെ ഉള്ളിലേക്കാ. ആഹാ, അപ്പൊ പിന്നെ തിയേറ്ററിൽ ചെല്ലുന്നതിന് മുമ്പ് എന്നെ കൊടുക്കും. അതിനൊക്കെ വഴിയുണ്ട്, നീ വാ. ചേട്ടാ, ഈ തൈപ്പറമ്പിൽ വീട് എന്നറിയോ? അറിയില്ലല്ലോ. ഈ ശ്രീദുർഗ തിയേറ്ററിന്റെ അടുത്തെന്നാ പറഞ്ഞത്. അതറിയാം. ഇവിടുന്ന് നേരെ പോയി അടുത്ത ജംഗ്ഷനിൽ ചോദിച്ചാൽ മതി. എങ്ങനെയുണ്ട് എന്റെ പുത്തേ? തല്ല് വളരെ ഷോട്ട ഭാഗ്യം. ചേട്ടാ, ഈ തൈപ്പറമ്പിലെ വീട് എന്നറിയോ? ഓണ്ടില്ല, കാണുന്നതാ. ചേട്ടാ, തൈപ്പറമ്പിലെ വീടല്ല, കൈപ്പറമ്പിലെ വീടാ ചോദിച്ചത്. കൈപ്പറമ്പിലെ വീട്? അങ്ങനെ ഒരു വീട്ടുകാർ കേട്ടിട്ടില്ലല്ലോ. ശ്രീദുർഗ തിയേറ്ററിന്റെ അടുത്താ പറഞ്ഞത്. ഈ ദുർഗാ തിയേറ്ററിൻ്റെ അടുത്ത് അവിടെ കൈപ്പറമ്പിൽ എന്ന് പറയുന്ന വീട്, അവിടെയുള്ള വീടുകളൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ. ഡാ സുഖുവേ, ദുർഗാ തിയേറ്ററിൻ്റെ അടുത്ത് കൈപ്പറമ്പിലെ വീട് ഏതാടാ? എനിക്കറിയില്ല. ഡാ വാസുവേ, നിനക്കറിയാവോ ദുർഗാ തിയേറ്ററിൻ്റെ അടുത്ത് കൈപ്പറമ്പിലെ എന്താ കാര്യം? ഈ പിള്ളേരെ അന്വേഷിച്ചതാ. കൈപ്പറമ്പിൽ വീടോ? അവിടെ ഇറക്കണാ? ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ട്. പട്ടാളക്കാരനായിരുന്നു. പേര് ജോൺ. പട്ടാളത്തിലുള്ള ജോണോ? അതാരാ ഞാനറിയാത്തൊരു പട്ടാളക്കാരൻ? എന്നാ അതൊന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ. അല്ല, ഞാനും കൂടെ വരാം. പട്ടാളത്തിലൊക്കെയുള്ള ആളാകുമ്പോഴേ നല്ല കോട്ടയൊക്കെ കിട്ടുമായിരിക്കും. എടി ദാക്ഷായണിയെ, കടയൊന്ന് നോക്കിക്കോണേ, ഞാൻ താണ്ടി പിള്ളേരുടെ കൂടെ ഒന്ന് പോയിട്ട് വരാം. ആരാടാ ഈ കൈപ്പറമ്പിലെ വീടറിയാം? അറിയില്ലല്ലോ. ശശിയെ, കൈപ്പറമ്പിലെ വീടറിയാവോ നിനക്ക്? കോട്ടയൊക്കെ കിട്ടുന്നു. കൈപ്പറമ്പിലെ വീട് പട്ടാളക്കാരൻ. എന്താ മോനെ? നമുക്ക് എന്താ പടം കയറി കണ്ടാലോ? നല്ല പടമല്ലേ? എനിക്കും കൂടെ ടിക്കറ്റ് എടുത്ത് തരുമോ? ഈ ചേച്ചി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. രജനീ കദംബങ്ങൾ ചിന്ത
നീ ആ ഗോപാലകൃഷ്ണന്റെ മോനല്ലേടാ? അല്ല. ഗോപാലകൃഷ്ണന്റെ മോനെ കണ്ട എനിക്കറിയില്ലേടാ. ക്ലാസ്സും കട്ട് ചെയ്ത് വന്നേക്കാ അല്ലേ? നിന്റെ അച്ഛനെ കാണട്ടെ. ഡാ നീ എന്റെ മോന്റെ എല്ലാം കളഞ്ഞില്ലേടാ കുരുത്തം കെട്ടവനെ.